മനുഷ്യനെ ചൂഷണം ചെയ്യുവാനായിട്ടുള്ള പല വഴികൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു വരുന്നതായിട്ട് കാണാം. നമ്മുടെ യുവാക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2019, 2020 ഇപ്പോൾ ഈ കാലഘട്ടം വരെ ഒരു പ്രത്യേക ഹെയർ സ്റ്റൈലുമായിട്ട് നടക്കുന്നത് എത്രത്തോളം വൃത്തികേടാണെന്നുള്ളത് അവരല്ലാത്ത ബാക്കിയുള്ളവർക്കെല്ലാം കാണുന്നവർക്ക് മനസ്സിലാകും. അവർ വിചാരിക്കുന്നത് ലോകോത്തര മഹത്തരമായ കാര്യമായിരിക്കും, പക്ഷേ അതവരെ വിഡ്ഢികളാക്കുവാണ്, അതിലൂടെ ചൂഷണം ചെയ്യുവാണെന്നുള്ളത് എത്ര പേർക്കാണ് അറിയുവാൻ കഴിയുന്നത്. അതായത് ചെവിക്ക് മുകളിലായിട്ട് പറ്റ വെട്ടിച്ച് പുറവശം പറ്റ വെട്ടിച്ചിട്ട് മുകൾ ഭാഗത്ത് ചട്ടി കമഴ്ത്തി വെച്ചിരിക്കുന്ന കൂട്ടുള്ള ഹെയർ സ്റ്റൈൽ. അത് കാഴ്ചയിൽ തന്നെ വളരെ അരോചകം എന്ന് മാത്രമല്ല വളരെ വൃത്തികെട്ട ഒരു ലെവലായിട്ടുള്ള കാഴ്ചയാണെന്നുള്ളത് അവനെ ബോധിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരു കൂട്ടം വ്യക്തികൾ എന്നല്ല ഒരു കൂട്ടം പ്രസ്ഥാനം നടത്തുന്ന അവസ്ഥയാണ് മുമ്പേ പറഞ്ഞ ചൂഷണം എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതേതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ലെവലിലോ ഒരു വ്യക്തി കാണിച്ചിരിക്കുന്ന ലെവല് അതിനെ ഏറ്റെടുക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് തുടക്കത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് യുവാക്കളിലേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളിലേക്കോ എത്തിക്കുന്നത്. അത് പിന്നെ ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് ആ നടൻ വേറെ ഹെയർ സ്റ്റൈലിലേക്ക് പോയി, പക്ഷേ ഇവരിത് തുടർന്നു കൊണ്ട് പോകുന്നു. ഇതിനെ മഹത്തരമാക്കുവാൻ തക്കവണ്ണം പല ട്രെൻഡുകൾ വരുന്നു. അപ്പോൾ കൂടെ പഠിക്കുന്ന വ്യക്തികൾ കൂടെയുള്ളവരോട് പറയുന്നത്, കണ്ടോടാ ഇന്നത്തെ ഫാഷൻ അനുസരിച്ച് നീ നടക്കുന്നില്ലല്ലോ എന്നുള്ളത് കേൾക്കുമ്പോൾ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു, അവൻ മോശക്കാരനായി പോകുന്നു, ചെറുതാകുന്നു എന്നുള്ള തോന്നൽ അവനും ഈ ട്രെൻഡിനെ അനുകരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് അത് വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എത്ര ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ എത്ര മന്ദബുദ്ധികൾ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുവാണെങ്കിൽ എത്ര പേര് പോകില്ല. എന്നാൽ ഇതുപോലെയുള്ള ലെവലിലൂടെ വളരെയധികം മന്ദബുദ്ധികളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലെവൽ. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് തന്നെ മന്ദബുദ്ധികളെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല, അവർ പോകത്തുമില്ല. പക്ഷേ എത്ര മന്ദബുദ്ധികളുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇതുപോലുള്ള ലെവലിലൂടെ പല ബിസിനസ് തന്ത്രങ്ങൾ മേയും. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇതുപോലുള്ള വ്യക്തികൾക്ക് ഒരു ഷോപ്പിലേക്ക് ഷൂ മേടിക്കുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കുന്നു. ഈ വ്യക്തികൾ കടന്നു വരുന്ന സമയത്ത് ഇവരെ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികൾ ഇവരുടെ ബുദ്ധിയില്ലായ്മയിൽ ഇവരെ ചൂഷണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ ഭീകരമായിട്ടുള്ള ലെവൽ. ഈ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ഈ കൂട്ടരോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ചിത്രം. ഫേസ്ബുക്കിൽ നേരത്തെ കാണാം 10 വർഷ ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതുപോലുള്ളത് തന്നെയാണ്. പല രീതിയിൽ വ്യക്തികളെ ചൂഷണം ചെയ്യുവാനായിട്ട് മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഷോപ്പിലേക്ക് ഒരു ഷൂ മേടിക്കാനായിട്ട് ചെന്നു. ഇവൻ്റെ വസ്ത്രാലങ്കാരം, അവൻ്റെ രീതി കാണുമ്പോൾ തന്നെ അവൻ്റെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, സ്വയബുദ്ധി ഇല്ലാത്തവൻ. അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനം തോന്നും. പക്ഷേ അവൻ്റെ ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ ഇടപെടുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടുള്ള ലെവൽ പറഞ്ഞാണ് ഇതുപോലെ ഒരു 100 കൂട്ടം ലെവലിലൂടെ ഇവരെ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് ഇത്രയും പേരെയും ചൂഷണം ചെയ്യാനായിട്ടുള്ള അവസ്ഥയാണ്. ഇതൊരൊറ്റ ഒരു കാര്യമാണ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. പല രീതിയിലുള്ള ഫാഷൻ ട്രെൻഡുകളുണ്ട്, ഡ്രസ്സുകളുടെ ലെവൽ ഉണ്ടായിരിക്കാം, മറ്റു പല രീതികളുണ്ടാകാം. ഇതിൻ്റെ എല്ലാം ഉദ്ദേശ്യം ഇത് തന്നെയാണ്. ഈ കാലയളവിൽ ഏതൊരു വ്യക്തിക്കും, ആണിനായാലും പെണ്ണിനായാലും, അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശമുണ്ട്. പണ്ട് സ്ത്രീകളിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാവുള്ളൂ, അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാവുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഏത് രീതിയിലും. നേരത്തെ പെണ്ണുങ്ങൾക്ക് പാൻ്റ് ഇടാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ചെറിയ നിക്കറിടാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ എന്തിന് കീറിയതായിട്ടുള്ള ഡ്രസ്സുകൾ. ഒരു പാൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഏറ്റവും മോശം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നിടത്ത് ഇന്ന് ഇറക്കം കുറഞ്ഞാലാണ് ലെവല്. ഇച്ചിരി വണ്ണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വൃത്തികേടെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും വണ്ണം കുറഞ്ഞ് മുട്ടിനൊപ്പം നിൽക്കുന്ന ചുരിദാറോ അല്ലെങ്കിൽ പാൻറ്റോ ആണ് ട്രെൻഡ്. അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യന്, അല്ല ആണോ പെണ്ണോ,
അവരുടെ ശരീരത്തിന് ചേരുന്നതായിട്ടുള്ള ഏത് ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ചില ഡ്രസ്സ് ധാരണകൾ, ചില അവസ്ഥകൾ നമ്മുടെ ബുദ്ധിയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നിടത്താണ് നമ്മുടെ മിടുക്ക്. അങ്ങനെയുള്ള മിടുക്കുള്ളവരോ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരോ ആ ലെവലിലേക്ക് പോകത്തില്ലല്ലോ. ഏത് തരത്തിലുള്ള ഡ്രസ്സും കടന്നു വന്ന് ഏത് തരത്തിലുള്ള ഡ്രസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീ ഊതുന്ന അടുപ്പിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ഇപ്പം കത്തും എന്നുള്ള രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന, സാരി അല്ലെങ്കിൽ മറ്റു രീതി ഇട്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. എന്തൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. പുറത്തേക്ക് പോകുമ്പോൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാവുള്ളൂ എന്നുള്ളിടത്ത് നമുക്കൊരു വാഹനത്തിൽ പോകാനോ എന്തിനും ട്രെയിനിൽ പോകാനോ മറ്റുള്ളിടത്ത് പോകാനായിട്ട് സാധിക്കുമോ? അങ്ങനെയുള്ളിടത്ത് സ്ത്രീകൾക്ക് പാൻ്റ് ഇടാനും ജീൻസ് ഇടാനും, ഇറക്കം കുറഞ്ഞത് ഇറക്കം ഇല്ലാത്തത്, അതിന് ഇനിയും ഡ്രസ്സ് ഇല്ലാതെ ഇല്ല എന്നുള്ള രീതിയിലായാൽ പോലും പ്രശ്നമില്ലാത്ത രീതിയിലേക്കുള്ള ലെവലിലേക്ക് സമൂഹം കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ കാണാം. അതൊന്നുമല്ല നമ്മുടെ വിഷയം. അതായത് ഏതൊരു വ്യക്തിയുടെയും ശരീരപ്രകൃതിക്ക് ചേർന്നിരിക്കുന്നതായിട്ടുള്ള വസ്ത്രം, ശരീരപ്രകൃതിക്ക് ചേർന്നതായിട്ടുള്ള ഹെയർ സ്റ്റൈൽ, അത് മനസ്സിലാക്കുവാനായിട്ടുള്ള യുക്തിയാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. നമുക്ക് ഉദാഹരണത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ എടുക്കാം. മമ്മൂട്ടി എന്ന വ്യക്തി ഒരു സൈഡിലേക്ക് ചീകി നെറ്റിയിലേക്കിട്ട ഒരു മുടി സ്റ്റൈലുള്ളതും, ഇനിയും വല്യേട്ടൻ എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന രീതിയിൽ നേരെ മുകളിലേക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിട്ടുള്ള രീതി, രണ്ടും ഒരേ സമയത്തുള്ള ചിത്രം എടുത്ത് നിങ്ങൾ നോക്കൂ. ആ സമയത്ത് തന്നെ മനസ്സിലാക്കാം മമ്മൂട്ടിയുടെ ശരീരത്തിന് ഏത് ഹെയർ സ്റ്റൈലാണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നത്. ചരിച്ച് ചെയ്യുന്നതാണ് ആ വ്യക്തിക്ക് ഏറ്റവും ചേരുന്നതും പ്രായം കുറഞ്ഞു തോന്നിക്കുന്നതും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ ഏറ്റവും മികച്ചതായിട്ട് കാണിക്കുന്നതും ആ ഒരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഏതൊരാണിനും ഏതൊരു വ്യക്തിക്കും അവൻ്റെ ശരീരത്തിന് ചേരുന്നതായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇടുക, അവൻ്റെ ശരീരത്തിന് ചേരുന്നതായിട്ടുള്ള വസ്ത്രധാരണം നടത്തുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള ലെവല് എന്നുള്ളതാണ് ഈ ചുരുക്കം പറഞ്ഞായിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടും അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചൂഷണത്തിന് നമ്മളെ കൊണ്ട് കൊടുക്കാതിരിക്കുക. അവർക്ക് ചൂഷണം ചെയ്യുവാനായിട്ടുള്ള പല വിക്രിയകളും അവരെ എടുത്ത് പൂശിക്കളയും, പെരുമാറിക്കളയും. പക്ഷേ അതിലൊന്നും വീഴാതിരിക്കുക. പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ അവരുടെ പോക്കറ്റിലേക്ക് കാശ് നിറയ്ക്കാനുള്ള തന്ത്രശാലയായിട്ട് നമ്മൾ മാറാതിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം.